ഹലോ ആൾ, വടക്കുന്നാഥൻ്റെ സ്വന്തം മണ്ണിൽ നിന്ന് അഭിരാം. എല്ലാവർക്കും എയർജ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 1993 ഇറങ്ങിയ 1993 ഡിസംബർ മാസത്തിൽ ഇറങ്ങിയ ഒരു പുതിയ പടം ഇവിടെ തൃശ്ശൂർ രാഗത്തിൽ വന്ന് കാണാനായിട്ട് വന്നതാണ് ഗൈസ്. ശരിക്കും എന്നെപ്പോലെ പ്രാന്തൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഗൈസ്. കാരണം ഇവിടെ രാഗത്തിൽ രാവിലെ 9:30-ക്കാണ് ഫസ്റ്റ് ഷോ. സോ ഞാൻ കൊല്ലത്തായതുകൊണ്ട് അവിടെ നിന്ന് രാവിലെ ട്രെയിൻ കയറി കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഷോ മിസ്സാവും. സോ അവിടെ എവിടെയും ഒരു റിലീസ് പടം കാണുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് സ്ഫടികവും ഇവിടെ വന്നാണ് കണ്ടത്. സോ രാത്രി തന്നെ ഞാൻ ട്രെയിൻ കയറി ഗൈസ്. രാത്രി ട്രെയിൻ കയറി വെളുപ്പിന് 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ തൃശ്ശൂർ എത്തി. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കയറിയപ്പോഴേ കണ്ട കാഴ്ച മണിച്ചിത്രത്താഴിൻ്റെ ട്രെയിലർ പ്രൊമോ വീഡിയോ ആയിട്ട് ഇട്ടേക്കുന്നതാണ്. അത് കണ്ടതോടുകൂടി എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ആ ഒരു ലെവൽ ഇരട്ടിയായിട്ട് കുതിച്ചുയർന്ന്. ഒന്നാമത് മണിച്ചിത്രത്താഴ് ഞാനൊരു ഹൗസ്ഫുൾ ഷോയിൽ കാണാനായിട്ട് കൊതിച്ചിരിക്കുന്ന ഒരാളാണ്. സോ അത് രാഗത്തിൽ നിന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ മണിച്ചിത്രത്താഴ് ഹൗസ്ഫുൾ ഷോയിൽ കണ്ട് ആസ്വദിക്കണമെന്ന ആഗ്രഹവുമായി ഞാൻ കൊല്ലത്ത് നിന്ന് തൃശ്ശൂരേക്ക് വണ്ടി കയറി ഗൈസ്. കഴിഞ്ഞ വർഷം സ്ഫടികം റിലീസ് രാഗത്തിൽ തന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഹൗസ്ഫുൾ ഷോയിൽ ഒരു അന്യായ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനും മുകളിൽ നിൽക്കുന്ന ഒരു മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിപ്പം തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുന്നത്. വെളുപ്പിനൊരു 3:30 ആയപ്പോഴത്തേക്കും ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്. എന്നിട്ട് അവിടെ AC വെയിറ്റിംഗ് റൂമിൽ കയറിയിട്ട് ഞാനൊന്ന് വിശ്രമിച്ചു. മണിച്ചിത്രത്താഴ് കാണുന്നതിനൊപ്പം വടക്കുന്നാഥനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്ലാനിലുള്ള ഒരു കാര്യമായിരുന്നു. സോ വെയിറ്റിംഗ് ഹാളിൽ നിന്ന് തന്നെ ഒരു കുളിയും പാസ്സാക്കി ഒരു ഓട്ടോയും പിടിച്ച് ഞാൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. ചെറിയ രീതിയിൽ മഴയുള്ളത് കാരണമാണ് ഓട്ടോ പിടിച്ചത്. ആദ്യമായിട്ടാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഉള്ളിലേക്ക് കയറുന്നത്. ഉള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അനുവദനീയമല്ലാത്തത് കൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഒരു സിറ്റിക്ക് നടുവിൽ ഇത്രയും ശാന്തവും അതേ കണക്ക് തന്നെ പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന രീതിയിൽ അത്രയ്ക്ക് പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലം. വടക്കുന്നാഥനെ പ്രാർത്ഥിച്ച് ഞാൻ വെളിയിലേക്ക് ഇറങ്ങി. ഇനി നമുക്ക് മണിച്ചിത്രത്താഴിലേക്ക് വരാം. നമുക്ക് രാഗത്തിലേക്ക് പോകാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് വിശക്കുന്നുണ്ട്. തലേ ദിവസം ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് ആദ്യം നോക്കണം. രാഗം തിയേറ്ററിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്ത് നിന്ന് രാഗത്തിൽ നിന്ന് ചെണ്ടമേളത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാമായിരുന്നു. ശരിക്കും ഒരു പുതിയ പടം ഇറങ്ങുന്ന അതേ ആകാംക്ഷയോടുകൂടി തന്നെയാണ് മണിച്ചിത്രത്താഴ് എന്ന ഈ ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ കാണാനായിട്ട് കാത്തിരുന്നത്. അതിപ്പം ഞാൻ തൃശ്ശൂർ രാഗത്തിൽ വന്ന് കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഇരട്ടി മധുരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ്റെ ഇൻട്രോ അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാം. സംഭവം ബുക്കിങ്ങൊക്കെ ഹൗസ്ഫുള്ളായി കേട്ടോ. ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ വിൻറ്റേജ് ലുക്കിൽ നിലനിർത്തിയിരിക്കുന്ന തിയേറ്ററുകളിൽ ഒന്നാണ് തൃശ്ശൂർ രാഗം. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. കേരളത്തിൽ ബാൽക്കണി ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള തിയേറ്ററുകളുടെയൊക്കെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തും ഇവിടെ ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു സ്കാനർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെന്തായാലും വളരെയധികം ഉപകാരപ്രദമായി. ഇതേ കണക്ക് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ടിക്കറ്റുകളെല്ലാം ഇവിടുന്ന് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പുറത്തായി തന്നെ ഒരു ബോക്സ് ഓഫീസിൽ നിന്ന് എഴുതിയ ടിക്കറ്റ് കൗണ്ടർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഷോ തുടങ്ങാനായിട്ട് ഏകദേശം ടൈമായി. അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ലാലേട്ടൻ്റെ ഇത്തിക്കരപ്പക്കി ലുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൃശ്ശൂർ രാഗത്തിലേക്ക് വരുന്ന പലർക്കും ഒരു നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്തേക്കും. കാരണം പണ്ട് പല സിനിമകളിലും കണ്ടതുപോലെയൊക്കെ ഉള്ളൊരു തിയേറ്റർ സങ്കല്പം ഇല്ലേ, അതേ രീതിയിലുള്ളൊരു തിയേറ്ററാണ് തൃശ്ശൂർ രാഗം. ഞാനിങ്ങ് മുകളിലേക്ക് കയറി വന്നു. ഇത് ബാൽക്കണിയിലേക്കുള്ള വഴിയാണ്. ഞാനായിട്ട് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ആണ്. എനിക്ക് ബാൽക്കണി ഇരുന്ന് കാണുന്നതിനേക്കാളും ഫസ്റ്റ് ക്ലാസ്സിലെ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരുന്ന് കാണാനാണ് ഇഷ്ടം. ഞാൻ അകത്ത് കയറിയപ്പോഴത്തേക്കും കർട്ടൻ റൈസറിൻ്റെ സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം എൻ്റെ സീറ്റ് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. കർട്ടൻ റൈസറിൻ്റെ സോങ് എന്തായാലും ഞാൻ ഇടുന്നില്ല. അത് തൃശ്ശൂർ രാഗത്തിലെ കർട്ടൻ റൈസർ വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. നമുക്കിങ്ങോട്ട് കൊല്ലം ട്രിവാൻഡ്രം സൈഡിലേക്ക് ഇങ്ങനെ ഒരു കർട്ടൻ റൈസർ സാധനം കാണാൻ സാധിക്കത്തില്ല. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ രാഗമാണ് ഈ ഒരു കർട്ടൻ റൈസറിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ പ്രശസ്തമായിട്ടുള്ള ഒരു തിയേറ്റർ. മറ്റേതെങ്കിലും തിയേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക. പടം തുടങ്ങി ഗായ്സ്. നല്ലൊരു ഇലക്ട്രിഫൈയിങ് അറ്റ്മോസ്ഫിയർ ആണ്. ഹൗസ്ഫുൾ ആണ് കേട്ടോ ഷോ.
നാഗവല്ലിന്നായിരുന്നു ആ തമിഴത്തിൽ ഇനിയാണ് മക്കളെ നമ്മളെല്ലാവരും കാത്തിരുന്ന രാജാവിൻ്റെ എൻട്രി. ശബരിമല ശാസ്താവാണ്. ഇത് ചെയ്തവനെ ഞാൻ പോകും. ഇൻ്റർവെല്ലായി ഗൈസ്, ഒരു രക്ഷയില്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസ്. സംഭവം ഇനി ബാക്കി കിടക്കുന്നതേ ഉള്ളൂ. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് കേട്ടോ. സത്യം പറഞ്ഞാൽ കോമഡീസൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം ടി വിയിൽ കണ്ടതാണെന്ന് പറഞ്ഞാലും ചിരിച്ച് കണ്ണീന്ന് വെള്ളം വരുന്നത് വരെ തിരിച്ച് അമ്മാതിരി തിയേറ്റർ എക്സ്പീരിയൻസ്. KPSC ലളിത ചേച്ചി ആയാലും ഇന്നസെൻ്റ് ഏട്ടനായാലും അവരുടെയൊക്കെ കോമഡിയൊക്കെ എത്ര പ്രാവശ്യം കണ്ടാലും ലാലേട്ടൻ്റെ ഓരോ എക്സ്പ്രഷൻസ് പോലും വേറെ ലെവലാണത്. ഇൻ്റർവെൽ സമയത്ത് നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ ഒരു ഒന്നൊന്നര എൻട്രി ഉണ്ടായിരുന്നു. എൻ്റെ മോനെ, ലാലേട്ടൻ ഫാൻസ് മമ്മൂക്ക ഫാൻസ് എന്നൊക്കെ പറയുമെങ്കിലും പരസ്പരം എല്ലാവരും ഇഷ്ടമാണെന്ന് മനസ്സിലായി. അമ്മാതിരി തിയേറ്റർ റെസ്പോൺസ് ആയിരുന്നു. നിറയെ തളിക്കുന്നു പൂക്കുന്നു കായ്ക്കുന്നു കനവിന്റെ തേന്മാവിൻ കൊമ്പ് എന്റെ കരളിലെ തേന്മാവിൻ കൊമ്പ്. അങ്ങനെ പടം കഴിഞ്ഞു ഗായ്സ്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതേപോലൊരു കിടിലൻ തിയേറ്ററിൽ മണിച്ചിത്രത്താഴ് ഇങ്ങനെ ഹൗസ്ഫുള്ളായിട്ടിരുന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ലാലേട്ടൻ ഫാൻസിൻ്റെ ഒരു കോട്ടയാണ് തൃശ്ശൂർ രാഗം എന്ന് വീണ്ടും തെളിയിക്കുന്നുണ്ട് കേട്ടോ. സ്പടികം റിലീസ് അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ മണിച്ചിത്രത്താഴ്. എന്റെ മോനെ, ഒരു രക്ഷയില്ലാത്തൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്റെ മോനെ, ശരിക്കും പറഞ്ഞ കണ്ണ് നിറഞ്ഞു പോയി. അവസാനം വേറൊരു ലെവൽ ഓഫ് ഇമോഷൻ ആയിരുന്നു. എന്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസ്. 1993 ഇറങ്ങിയ ഒരു സിനിമയുടെ റിലീസ് ആണെന്ന് പറയത്ത് പോലും ഇല്ല. അമ്മാതിരി ക്രൈസ് ആയിരുന്നു. ലാലേട്ടനെ കാണിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ, സണ്ണീന്ന പേര് പറഞ്ഞാൽ മതിയായിരുന്നു. അമ്മാതിരി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതേ കണക്ക് തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും ഇതൊരു വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഓരോ ക്യാരക്ടേഴ്സിനും ആ കിട്ടുന്ന ഒരു വരവേൽപ്പുണ്ടല്ലോ, അത് വേറൊരു ലെവൽ ഓഫ് എന്തോ പറയേണ്ടതെന്ന് പോലും അറിയാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. കാരണം ഇതിനകത്ത് സോങ്സും അത് കണക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു തിയേറ്റർ നോക്കിയിട്ട് പോയി കാണുക. എന്തായാലും ഇവിടെ രാഗത്തിൽ ഞാൻ വന്ന് കാണുന്ന രണ്ടാമത്തെ സിനിമയാണ്. ആദ്യം സ്പടികം കണ്ടു 4K, അത് കണക്ക് ഇപ്പം മണിച്ചിത്രത്താഴ് റിലീസും കണ്ടു. കിടിലൻ എക്സ്പീരിയൻസ്. ഈ പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അതായത് ഈ ശോഭനയുടെയൊക്കെ ആക്ടിങ് നമ്മൾ TV-യിലൊക്കെ കണ്ടപ്പോൾ തന്നെ അത്രയും വണ്ടടിച്ച് കണ്ടിരുന്ന ഒരു സാധനമാണ്. അതൊക്കെ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കണ്ട് ഇപ്പോഴും അതേ ഒരു കൗതുകത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും അതൊക്കെ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം ഒരു വണ്ടറാണ് കേട്ടോ. കാരണം ഏതൊരു പ്രായത്തിലുള്ള ആൾക്കും പെട്ടെന്ന് കണക്ട് ആകുന്ന, ഏതൊരു ജനറേഷനിലുള്ള ഒരാൾക്കും പെട്ടെന്ന് കണക്ട് ആവുന്ന രീതിയിൽ ഇന്നും ഈ ഒരു പടം എല്ലാവർക്കും കണക്ട് ആവുന്നുണ്ടെങ്കിൽ അത് ഒരു വണ്ടർ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് സാധനം. പഴന്തമിഴ് പാട്ടും അതേ കണക്ക് ഒരു മുறை വന്ന് പാത്തായൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് അന്യായമാണ് കേട്ടോ. വേറെ ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ സ്പടികം കണ്ടപ്പോഴത്തേക്കും അതായിരിക്കും ഏറ്റവും വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ അതുക്കും മേലെ വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.